മഴയും വെയിലൊക്കെ ആയിട്ട് കാലാവസ്ഥ ഈ പറഞ്ഞ പോലെ തന്നെയാ. അത് കാരണം കൊണ്ട് ചെറിയൊരു ജലദോഷമുണ്ട്. സൗണ്ടിലൊക്കെ ചെറിയ മാറ്റം കാണുന്നുണ്ടാവൂല്ലേ? ഇച്ചിരിശ് ബോഡി പെയിനും കൂടി ഉണ്ട്. അത് കാരണം കൊണ്ട് വർക്കൗട്ട് ഒന്ന് വീട്ടിലാവാന്ന് വിചാരിച്ചു. വലിയ കാര്യമായിട്ടുള്ള വർക്കൗട്ട് ഒന്നുമില്ല. ഒന്നൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നേക്കാൾ മുമ്പ് നമ്മളെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനും നമ്മുടെ മസിൽസ് ഒക്കെ ഒന്ന് റിലാക്സ് ചെയ്യാനും ഈ സ്ട്രെച്ചിങ് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ടാവാന്ന് വിചാരിച്ചു നമ്മുടെ ഇന്നത്തെ ദിവസത്തിലേക്കുള്ള ആ ഒരു ചുവടുവയ്പ്. അതിനേക്കാൾ മുന്നേ വെട്ടവും വെളിച്ചമൊക്കെ കയറാൻ വേണ്ടിയിട്ട് ഒരു ജനലൊക്കെ ഒന്ന് തുറന്നിട്ടിട്ടേ നമുക്കങ്ങോട്ട് തുടങ്ങിയാലോ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ശ്രീ ആണ് കേട്ടോ. വേപ്പിന്റെ ഇല പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഉമ്മറത്തേക്ക് വന്നപ്പോഴാണ് അവിടെ രഘുവേട്ടനും പപ്പേട്ടനും കൂടിയിട്ട് പപ്പക്കായ്ക്ക് വളമിടുന്നത് കണ്ടത്. ഇപ്പം മഴയൊക്കെ ഒന്ന് തുറന്നു നിൽക്കുന്ന സമയമായ കാരണം കൊണ്ടും വല്ലപ്പോഴൊക്കെ ഒരു മഴ കിട്ടുന്ന കാരണം കൊണ്ടും വളമിടുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വാഴയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ പറമ്പിലത്തെ മറ്റ് കൃഷിക്കും ഒക്കെ നമ്മൾ വളമിടും. ഇവിടെ ഇപ്പോൾ പുതിയതായിട്ട് നട്ടിരിക്കുന്നത് പപ്പക്കായ തൈകളാണ്. കുറേ താമരയും ഉണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു. ആ നന്നായിട്ട് താത്തി അടിക്കണേട്ടാ. ഇക്കൊല്ലം നമുക്ക് ഓണല്ല കേട്ടാ. ഞാൻ ഒരു വേപ്പിൻ്റെ ഇല പൊട്ടിക്കാൻ വേണ്ടി പോയതാ. നമ്മുടെ ഹെലിക്കോണി അത് ഇങ്ങനെ വലുതായി നിൽക്കണം. എന്തൊരു വലുപ്പമാണെന്നറിയോ. ഭാഗ്യനോട് പറഞ്ഞത് വെട്ടികളയാൻ. നിങ്ങളുടെ അഭിപ്രായം എന്താ? വെട്ടണോ? വീടിനോട് ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ കുറച്ച് റിസ്കല്ലേ. പക്ഷെ പുല്ലൊക്കെ പറഞ്ഞ് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. നിറച്ച് പൂക്കളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇക്കൊല്ലം ഓണല്ലല്ലോ, കാരണം നമുക്ക് പൂക്കളൊന്നും ഇടാൻ പറ്റില്ല. കാലത്തെ കഞ്ഞിക്ക് നമ്മളിന്ന് പയറാണ് കുരു വയ്ക്കാൻ പോണത് കേട്ടോ. അമ്മ ചെയ്തു തന്നിട്ടുള്ള പരിപാടിയാണ് ഇത്. ഈ പയറൊക്കെ അരിഞ്ഞു കൊടുത്തു വിടുന്നത്. കുറച്ച് ദിവസമായിട്ടേ എനിക്കിങ്ങനെ വയ്യാന്നൊക്കെ പറഞ്ഞപ്പോൾ പാവം നമ്മുടെ അമ്മമാർക്ക് നമ്മൾ അറിയുന്ന പോലെ വേറെ ആർക്കും നമ്മളെ മനസ്സിലാവില്ലല്ലോ. അപ്പം അമ്മ എനിക്ക് അമരക്കായും അതുപോലെ തന്നെ പയറും ഇങ്ങനെ അരിഞ്ഞ് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു ഭാഗ്യൻ്റെ കയ്യിൽ. അപ്പം അമ്മ അവിടെ ഇച്ചിരി നേരം വെറുതെ കിട്ടുമ്പോൾ, വെറുതെ കിട്ടുന്ന നേരം ഇല്ലേ കടയിൽ, എങ്കിലും ആ അമ്മ സ്നേഹം ഉണ്ടല്ലോ അതങ്ങോട്ട് പ്രതിഫലിച്ചു അവിടെ. അപ്പോൾ നമുക്കിന്ന് പയർ വേവിച്ചെടുത്തിട്ടുണ്ട് ഉപ്പിട്ടിട്ട്. അതൊന്ന് ജസ്റ്റ് നമ്മുടെ ഉപ്പേരി കാച്ചില്ലേ അതുപോലെ ഒന്ന് കാച്ചിയെടുക്കാം. ഇന്ന് വളരെ വെറൈറ്റി ആയിട്ട് ഞാൻ അതിൽ കുറച്ച് നാളികേരം കൂടി ഇട്ടിട്ടുണ്ട്. ഇവിടെ അതൊക്കെ വലിയ വെറൈറ്റിയാണ് കേട്ടോ. കാരണം സാധാരണ നമ്മൾ കുറച്ച് കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ച് നാടൻ മുളകിൻ്റെ ഒപ്പം ചതച്ച് അതിൽ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ഇടിച്ച മുളക് പൊടിയും ഇട്ടിട്ട്, അതായത് കുത്തി കാച്ചാന്നാണ് നമ്മൾ പറയുക. അങ്ങനെ അതിൽ നമ്മൾ വേവിച്ച് വെച്ച കഷ്ണങ്ങൾ ഇടലാണ് പതിവ്. പക്ഷേ ഇന്ന് അതിൽ നാളികേരം ഇട്ടപ്പോൾ ഭയങ്കര വെറൈറ്റി ആയിരുന്നു. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ആ പയറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ സംഭവം സെറ്റായിട്ടുണ്ട്. പിന്നെ കുറച്ച് ദിവസം മുന്നേ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായ പുളിയിഞ്ചി ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലത്തെ ഇഞ്ചൻ പുളി, അതും ഒരു മുട്ട പൊരിച്ചതോ അല്ലെങ്കിൽ ഒരു അച്ചാറോ ചമ്മന്തിയോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കാലത്തെ കഞ്ഞീരെ കാര്യങ്ങൾ സെറ്റ് ആവും കേട്ടോ. ഉച്ചയ്ക്ക് ഞാൻ മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. പിന്നെ ഈ ഉപ്പേരി ഉണ്ടായിരുന്നല്ലോ. രണ്ടാളല്ലേ പണിക്ക് ഉണ്ടാവുള്ളൂ. അപ്പം പിന്നെ നമുക്ക് വലിയ കാര്യമായിട്ടുള്ള വിഭവങ്ങളൊന്നും ഒരുക്കണ്ട. ചേട്ടന്മാർ രണ്ടുപേരും എന്തെങ്കിലും എരിവുള്ളത് കിട്ടിയാൽ കഴിച്ചു കൂട്ടുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്തിരി ചമ്മന്തിയും കൂടെ അരച്ചിട്ടുണ്ടെങ്കിൽ കാര്യം ഉച്ചയ്ക്കുള്ളതായി കാലത്തേക്കുള്ളതായി എന്ന്. അങ്ങനെ അതൊക്കെ ചെയ്ത് വെച്ചിട്ടേ നമുക്ക് ഇന്ന് പുറത്ത് പോകാനുണ്ട്. അപ്പോൾ പുറത്ത് പോകുന്ന ദിവസങ്ങളിൽ പരിപാടികളൊക്കെ വേഗം തന്നെ ചെയ്തു വെക്കും. നമുക്കിന്ന് ഏജിയൻ ഗോൾഡൻ ഡയമണ്ട്സിൽ ഒരു ഇൻസ്റ്റാഗ്രാം ഷൂട്ടുണ്ട്. അവർ പുതിയ ഷോറൂം നമ്മൾ ഇരിഞ്ഞാലക്കുട സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇൻസ്റ്റാഗ്രാം റീലാക്കി നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇരിഞ്ഞാലക്കുടയ്ക്ക് പോകുന്നത്. അപ്പോൾ ചേട്ടന്മാർ കഞ്ഞിയൊക്കെ കുടിക്കട്ടെ. അതിനേക്കാളും മുന്നേ ഓണായിട്ട് നമ്മളൊന്ന് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിൽ 2-3 ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും പുതിയത് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാണ്ട് എങ്ങനെയാണ് അത് ഞാൻ ഇടുക എന്നുള്ളത് എനിക്ക് ഇപ്പോഴും വലിയൊരു ചോദ്യചിഹ്നമാണ്. എന്ത് പുതിയത് കിട്ടിയാലും അപ്പം എനിക്ക് നിങ്ങളെ കാണിച്ചു തരണം. അപ്പോൾ നമുക്ക് നമ്മുടെ പുതിയ ഡ്രസ്സൊക്കെ കണ്ടല്ലോ. ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഇതൊക്കെ തന്നെയായിരിക്കും പരിപാടി. ആക്ച്വലി നമ്മുടെ ഫസ്റ്റ് ഡ്രസ്സ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബ്ലാക്കും വൈറ്റും കോമ്പിനേഷൻ വരുന്ന ഡ്രസ്സുകൾ. മുടി കട്ട് ചെയ്തത് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ ഭാവാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രസ്സ് കോട്ടൺ ആണ്. അടിപൊളി ഡ്രസ്സാണ്. നല്ല ഭംഗിയുള്ള ഒരു കഴുത്ത്. ഇത് മുഴുവൻ നമ്മുടെ ഡിറ്റാച്ചബിൾ ആയിട്ടുള്ള ബട്ടൺസ് ആണ് കേട്ടോ. അത് കാരണം കൊണ്ട് നമുക്ക് പിന്നെ നമ്മുടെ ഇവിടുത്തെ ഈ നെക്ക് ഇതിൻ്റെ കോളർ വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ. ഒരു മറ്റേ നമ്മുടെ പണ്ടത്തെ സിനിമയിൽ ജയനൊക്കെ ഇടുന്ന ഷർട്ട് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു കോളറാണ് ഇതിന്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ ഇതുപോലെ പറ്റിയിട്ടുണ്ട്. ബെൽറ്റ് എന്നുള്ള അലാസ്റ്റിക് ഉണ്ട്.
അതുകൊണ്ട് നല്ല ഷേപ്പിൽ ഈ ഡ്രസ്സ് നിൽക്കും. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഡ്രസ്സ്. ബ്ലാക്കും വൈറ്റും എവിടെ കണ്ടാലും അവിടെ മൂക്കും കുത്തി വീഴുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. അത് കാരണം കൊണ്ട് ഇന്നത്തെ നമ്മുടെ ഡ്രസ്സുകളൊക്കെ മിക്കതും ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷനിലുള്ളതാണ്. ഇത് അടിപൊളി ഡ്രസ്സാണ് കേട്ടോ, ഒരു കോട്ടൺ ഡ്രസ്സാണ്. വലിയ വിലയൊന്നുമില്ല, ഒരു 500 റുപ്പീസിന് താഴെ വരുന്നുള്ളൂ. ഇതിൻ്റെ നെക്ക് കാണാനും അതുപോലെ തന്നെ ബ്ലാക്കിലത്തെ ആ ഒരു ഇലാസ്റ്റിക് ആയിട്ടുള്ള സംഭവം ഉണ്ടല്ലോ, അത് കാരണം കൊണ്ട് നമുക്കിത് ഭയങ്കര ഷേപ്പിൽ വെയർ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു സെക്കൻഡ് ഡ്രസ്സ് ഇതാണ് കേട്ടോ. കളറേ അടിപൊളി ഡ്രസ്സാട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്, നല്ല കംഫർട്ടബിൾ ആണ്. അടിപൊളി ഡ്രസ്സ്, അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആക്ച്വലി നമ്മൾ ബ്ലൗസിൻ്റെ ഒപ്പം ഇടുന്ന സാരിയുടെ ഒപ്പം ഇടുന്ന ബ്ലൗസ് ഉണ്ടല്ലോ, അതാണ് ഇതിൻ്റെ ഉള്ളിൽ പെയർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും സ്ലീവ്ലെസ് ഇടുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ ഡ്രസ്സ് മേടിച്ചോളൂ, അടിപൊളിയാണ്, അടിപൊളിയാണ്. സ്ലീവ്ലെസ് ഒക്കെ ഇടാൻ പറ്റിയതാണ്. ഞാൻ സ്മോൾ സൈസാണ് എല്ലാം എടുക്കാറുള്ളത് കേട്ടോ. ഇതേ സ്ലീവ്ലെസ് ആയിട്ട് ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ഭംഗി ഉണ്ടാവുക. നമ്മളിപ്പോൾ ഒരു ബ്ലൗസ് ഉണ്ടല്ലോ, അത് വെച്ച് പെയർ ചെയ്തു എന്നുള്ളൂ. ഇതിൻ്റെ ബാക്കിനൊക്കെ ഭയങ്കര ഹൈലൈറ്റ് ആണ് കേട്ടോ, കുറച്ച് ഡീപ്പ് സ്ക്വയർ ആണ് വന്നിട്ടുള്ളത്. പിന്നെ അടിപൊളി ഒരു ഫ്ലയർ ഒക്കെ വന്നിട്ട് 3 ടയർ ഫ്ലയർ എന്നൊക്കെ പറയില്ലേ നമ്മൾ, അങ്ങനത്തെ ഒരു മോഡലാണ്. അടിപൊളിയാണ് കേട്ടോ. ഇതിലൊക്കെ നമ്മൾ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വയറ് കുറച്ച് പ്രശ്നമാണ് ഈ ഡ്രസ്സിന്. ആക്ച്വലി ഇത് നല്ല ഭംഗിയുള്ള ഡ്രസ്സാട്ടോ. അത് നമുക്ക് 2 പീസാണ് വരുന്നത്. വേണ്ട, നല്ലൊരു പാൻറ്റും വരുന്നുണ്ട്, അതോടൊപ്പം നല്ലൊരു ബ്ലാക്ക് അടിപൊളി കുർത്തിയാണ്. നിങ്ങൾ വയറില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സ്മോൾ എടുത്താൽ അടിപൊളിയാവും, അല്ലെങ്കിൽ മീഡിയം എടുത്തിട്ട് ഷേപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതെനിക്ക് ഇവിടെ ഒക്കെ കറക്റ്റ് വെച്ച് അടിച്ച പോലെയാണ്, പക്ഷെ എൻ്റെ കുമ്പ ഇതിൻ്റെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പോലെ നിങ്ങൾക്ക് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഡിസ്കംഫർട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല ഭംഗിയുള്ള പാറ്റേണൊക്കെയാണ് കേട്ടോ, കണ്ടോ ഇവിടെ ഇങ്ങനെ പാറ്റേണൊക്കെ വരുന്നുണ്ട്, എംബ്രോയിഡറി ഒക്കെ വരുന്നുണ്ട്. അടിപൊളിയാണ്, അടിപൊളി അടിപൊളി അടിപൊളി. പക്ഷെ ഇവിടെ കുറച്ചുകൂടി ഒന്ന് ലൂസാക്കിയിട്ട് വേണമായിരുന്നു ഇത് തയ്ക്കാൻ. എന്തുകൊണ്ട്? ബട്ട് വൈ? അങ്ങനെ നമുക്ക് കയ്യിൽ കിട്ടിയ മറ്റൊരു ഡ്രസ്സ്, ഇതെനിക്ക് നമ്മുടെ രാജ്യ ആൻറ്റി വന്നപ്പോൾ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നതാട്ടോ. നല്ല ഭംഗിയുള്ള വേറൊരു കളറാണ്, വൈറ്റും ഒരു ലൈറ്റ് ആകാശനീല കളറും വരുന്ന ഒരു ഡ്രസ്സാണ്. അതിട്ടിട്ടാണ് നമ്മൾ ഇന്ന് AGNലേക്ക് പോണത് കേട്ടോ. അങ്ങനെ നമ്മൾ ഏജിയൻ ഗോൾഡൻ ഡയമണ്ട്സിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ ഏജിയൻ ഗോൾഡൻ ഡയമണ്ട്സ് സ്ഥിതി ചെയ്യുന്നത് ഇരിഞ്ഞാലക്കുടയിലാണ്. തൃശ്ശൂരുണ്ട്, ഇരിഞ്ഞാലക്കുടയിലുണ്ട്. അപ്പോൾ ഇരിഞ്ഞാലക്കുടയിലത്തെ നമ്മുടെ ഈ ഷോറൂം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് കുറച്ച് റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇവിടെ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ തൃശ്ശൂർ വരുന്നവരുണ്ടെങ്കിൽ അവർക്കൊരു സന്തോഷ വാർത്തയാണ്. നമ്മുടെ എക്സാക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഇവിടെ നമ്മുടെ അതിവിശാലമായ ഗംഭീരമായ സിൽവർ കളക്ഷൻസ് ഉണ്ട്, അതോടൊപ്പം തന്നെ റോസ് ഗോൾഡിൻ്റെ കളക്ഷൻസ് ഉണ്ട്, ഗോൾഡും ഉണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് റീൽസ് നിങ്ങൾക്ക് കാണുന്നവർക്ക് കുറേ അധികം വിശേഷങ്ങൾ അതിലൂടെ അറിയാൻ പറ്റും, എങ്ങനെയാണ് നമ്മുടെ കളക്ഷൻസും കാര്യങ്ങളും എന്നൊക്കെ. ഇപ്പോൾ ജസ്റ്റ് ഞാൻ ഇവിടെ വന്നപ്പോൾ നിങ്ങളൊന്ന് അറിയിച്ചു എന്ന് മാത്രം, യൂട്യൂബ് വഴി ഇവിടെ നമ്മുടെ ഷോറൂം ഉണ്ടെന്ന്. അപ്പോൾ ഷോറൂമിൻ്റെ വിശാലമായ ഭാഗങ്ങൾ ഇനി നിങ്ങൾ കാണുന്നതായിരിക്കും. തൃശ്ശൂരും നമുക്ക് ഷോപ്പുണ്ട്, അതോടൊപ്പം തന്നെ ഇരിഞ്ഞാലക്കുടയിൽ പുതിയ ഷോപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇവിടെ ഗോൾഡും റോസ് ഗോൾഡും ഡയമണ്ട്സും അതോടൊപ്പം തന്നെ വലിയൊരു നമ്മുടെ വെള്ളിയില്ലേ സിൽവറിൻ്റെ കളക്ഷൻസ് ഉണ്ട്. ഇൻസ്റ്റഗ്രാമിൽ ഞാൻ റീലായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ള നമ്മുടെ കളക്ഷൻസും കാര്യങ്ങളിലൊക്കെ നമ്മൾ ഈ 350 രൂപയിൽ തുടങ്ങുന്ന 1 ഗ്രാമിൻ്റെ മോതിരങ്ങൾ മുതൽ 100 രൂപയുടെ മൂക്കുത്തികൾ വരെ ഇവിടെ ഉണ്ട് കേട്ടോ. അതിന് താഴെയുള്ളതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്രാവശ്യം മൂക്കുത്തിയുടെ കളക്ഷൻസ് ഞാൻ പോയില്ല, അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തായാലും മൂക്കുത്തിയുടെ കളക്ഷൻസ് കാണിച്ചു തരാം. ഇപ്രാവശ്യം ഞാൻ ഇവിടെ നിന്ന് മാലയും കമ്മലും അതുപോലെ തന്നെ ഒരു മോതിരം ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ, അടുത്ത ഒരു ഷോർട്സ് ആയിട്ടോ അങ്ങനെ കാണിച്ചു തരാം. ഇനി നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ്, നമ്മൾ ഊരകം വഴിയാണ് പോണത് കേട്ടോ. ആ വഴിക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചൂരൽ കൊണ്ട് ഒരുപാട് ഉൽപ്പന്നങ്ങളുള്ള ഒരു കട കണ്ടത്. പോണ വഴിക്ക് കണ്ടായിരുന്നു, വരുമ്പോൾ ഞാൻ ബഗ്ഗിനോട് പറഞ്ഞു എനിക്കൊരു ഊഞ്ഞാല് വാങ്ങണേ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ആ ഊഞ്ഞാല് കടയിലേക്ക് എത്തിയപ്പോഴാണ് ഇവിടെ ഈ ആട്ടുകസാര കണ്ടത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ആട്ടുകസാര. ഇതിന് 5700 രൂപയാണ് ആ വില പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഭാഗ്യമൊന്നും ഇരുന്ന് ആടി. നമ്മുടെ അച്ഛൻ ഇവിടെ വരുമ്പോൾ ഇങ്ങനത്തെ കസാരയിലാണ് കൂടുതലും ഉറങ്ങാറും കിടക്കാറൊക്കെ ഉള്ളത് കേട്ടോ. അത് പ്ലാസ്റ്റിക്കിൻ്റെയാണ്, പക്ഷേ ഈ ചൂരലിന് ഭയങ്കരമായിട്ടുള്ള എലഗൻറ്റ് ഭംഗി അല്ലെങ്കിൽ ഒരു പുരാതന ഭംഗി എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ. ഇതൊരു 5-5.5 വർഷം അവരെന്നെ വാറണ്ടിയും ഗ്യാരണ്ടിയും ഒക്കെ തരുന്നുണ്ട് കേട്ടോ. ആട്ടുതൊട്ടിലൊക്കെ ഉണ്ടെന്നേ. എനിക്കതന്നെ മണിച്ചിത്ര താഴെ ഓർമ്മ വന്നേ. ലാലേട്ടൻ നല്ല ഇരിക്കുന്ന തെന്നാടണ എനിക്ക് ഓർമ്മ വന്നേ.
10 രൂപയുടെ വടി തുടങ്ങി ദാ കാണുന്ന 10, 4000, 5000, 6000 രൂപയുടെയൊക്കെ ചാരു കസേരകളും ഇതുപോലത്തെ കസേരകളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ വലിയ വലിയ വീടുകളുടെ മുമ്പിലൊക്കെ ഇങ്ങനെ ഇതുപോലത്തെ ഒരു കുഞ്ഞ് ടീപ്പോയും പിന്നെ ഈ 2 ചെയറും ഇട്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു ഗസ്റ്റിനൊക്കെ വരുമ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഏരിയ ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. കുറേ ആൾക്കാർ മേടിക്കുന്നതും കണ്ടിട്ടുണ്ട് കേട്ടോ. പല രീതിയിലും പല വർണ്ണത്തിലും ഒക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കളറൊക്കെ കൊടുത്ത് കളർ കൊടുക്കാതെ ടീപ്പോയികൾ ഒക്കെ ഉണ്ടായിരുന്നത്. ഇത് ഊന്നുവടി വരെ ഉണ്ട്. അപ്പോൾ ഭാഗ്യം പറയായിരുന്നു, മോനിത് പറ്റില്ല അത്ര, ഇത് അടി മുറിച്ച് കളഞ്ഞാലാണ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. കാരണം അത്രയും വലിയ വടിയാണ് കേട്ടോ, 250 രൂപ വടിക്ക്. അങ്ങനെ നമ്മൾ വന്നത് അതായി കാണുന്ന ഊഞ്ഞാൽ മേടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അറിയണ്ടല്ലോ, ബാക്ക് സൈഡിൽ കാട് കാണുന്ന സ്ഥലത്ത് ഏറ്റവും മുകളിലാണ് നമുക്ക് ഊഞ്ഞാൽ സ്വിങ് ഉള്ളത്. അവിടെ നമ്മളെപ്പോഴും പോയി ഇരിക്കലും ആടലും ഒന്നും ഉണ്ടാവാറില്ല. കാരണം അവിടെ വരെ എത്തുമ്പോൾ ഏകദേശം കിതയ്ക്കും. പിന്നെ ഊഞ്ഞാലിരിക്കാനുള്ള ഒരു മൂടൊന്നും ഉണ്ടാവില്ല. എങ്ങനെയെങ്കിലും താഴത്തേക്ക് വരേണ്ട ചിന്ത മാത്രമായിരിക്കും. അപ്പം നമ്മൾ ബെറ്റർ നമുക്കൊരു ചായയും കാപ്പിയൊക്കെ പിടിച്ച് കാലത്ത് തന്നെ നമ്മുടെ കാട് കാണുന്ന രീതിയിൽ ബാക്ക് വശത്ത് ഒന്നിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഊഞ്ഞാൽ തപ്പി ഇറങ്ങിയതാണ്. അങ്ങനെ ഊഞ്ഞാൽ കിട്ടി. ഊഞ്ഞാൽ ഒരെണ്ണം മേടിച്ചു. നമ്മൾ മേടിച്ച ഊഞ്ഞാലിന് 3000 സംതിങ് രൂപ, 200 രൂപ മറ്റായിട്ടുള്ളത്. അപ്പം നമുക്കിനി വീട്ടിൽ പോകാം അതും കൊണ്ട്. ട്രെയിനിന് വരുമ്പോൾ പരസ്യമല്ല കേട്ടോ. മേജർ രവി, ജാഫർ ഇടുക്കി. ഒരു ഗേറ്റടൊക്കെ കിട്ടിയിട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ വാഴത്തോട്ടത്തിലേക്കാണ്. ഇന്ന് നമുക്ക് കുറച്ച് വാഴ മുറിക്കാനുണ്ട്. കുറേ നാളായില്ലേ നമ്മൾ വാഴത്തോട്ടമൊക്കെ ഒന്ന് കണ്ടിട്ട്. നമ്മുടെ വാഴകളൊക്കെ ഒരേ വശത്തുനിന്ന് വെട്ടി തുടങ്ങിയായിരുന്നു. ഓണം വരെ നിൽക്കില്ല എന്നാണ് ഭാഗ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമുക്ക് കുറച്ചധികം വാഴക്കൊല വെട്ടിയിട്ട് നമ്മുടെ കടയിലേക്ക് കൊണ്ടുപോകാനായിട്ടുണ്ട്. അത് തൊട്ടപ്പുറത്ത് മഴയൊക്കെ ആയ കാരണം കൊണ്ട് ധാരാളം വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു. വെള്ളം കണ്ട എവിടെയല്ല ഞാൻ ചാടി ഇറങ്ങും കേട്ടോ. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ വെള്ളങ്ങൾ മാത്രമേ ഇഷ്ടമുള്ളൂ. കുളവും കായലും കടലൊക്കെ എനിക്ക് പേടിയാണ്. കുഞ്ഞു കുഞ്ഞു വാഴയല്ലായിരുന്നു. ഇപ്പോൾ വാഴത്തോട്ടം അതിഗംഭീരമായ ഈ അവസ്ഥയിലേക്ക് വാഴയല്ല കായ മുറിക്കാൻ, വാഴ മുറിക്കാൻ കായ മുറിക്കാൻ നോക്കുകയാണെങ്കിൽ പറയാം, മുറിക്കാൻ വന്നതാ. വാഴത്തോട്ടം എപ്പോഴും കാണാൻ ഭംഗിയുണ്ടാവുക അതിൻ്റെ ആ വളർച്ച എത്തുന്നതിനേക്കാളും മുന്നാണ്. അത് കഴിഞ്ഞാൽ പട്ട കരിഞ്ഞു തുടങ്ങും. അപ്പോൾ ഈ കാണുന്ന രീതിയിലാവും കേട്ടോ. പിന്നെ പട്ട മൊത്തത്തിൽ കരിഞ്ഞ് അതിൻ്റെ ആ ഒരു കൊലയിലേക്കാണ് ഫുൾ കോൺസെൻട്രേഷൻ വാഴയ്ക്ക് കൊടുക്കാറുള്ളത്, വാഴ കൊലയ്ക്ക് കൊടുക്കാറുള്ളത്. അത് കാരണം ആ കൊലഭാഗം കാണാൻ മാത്രമേ ഭംഗി ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ ഇതുപോലെ കത്തിക്കരിഞ്ഞ് നിൽക്കും. പിന്നെ അധികം നോട്ടം വേണ്ടല്ലോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പിണ്ടിപ്പുഴു വരുന്നതും കാര്യങ്ങളൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഭാഗ്യം എന്താ കൊല വെട്ടുന്നു. ഇങ്ങനെയാണ് കൊല വെട്ടുക കേട്ടോ. നമ്മൾ നടുവിൽ വെച്ച് വെട്ടും. അത് കഴിഞ്ഞിട്ട് അതിങ്ങോട്ട് വരുമ്പോൾ കൊലയമ്മ പിടിക്കും. അത് കഴിഞ്ഞ് കൊല വെട്ടിയിട്ട് എടുക്കും. ഇത് നല്ല ആരോഗ്യം വേണ്ട പരിപാടിയാണ്. നമ്മളെ സഹായിക്കാനായിട്ട് പ്രസാദും അതുപോലെ തന്നെ രതീഷും ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള കൊലയാണെന്നാണ് ഭാഗ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 25 കിലോ ഒക്കെ വലിപ്പം വരുന്നുണ്ട് അത്ര. അപ്പൊ നല്ല കൊലകളാണ് കേട്ടോ. കായ വറുത്തെടുക്കണം. നമ്മുടെ വട്ടത്തിലുള്ള കായ വറവില്ലേ, നമ്മുടെ ചിപ്സ്, അവന്റെ പുണ്യ നല്ല വലിപ്പമുള്ള ചിപ്സുകൾ കിട്ടും. നല്ല ടേസ്റ്റാണ് വെളിച്ചെണ്ണയിൽ വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ. എനിക്ക് കണ്ടപ്പോൾ അതാണ് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള കൊലകളൊക്കെ വെട്ടിയെടുക്കാം കേട്ടോ. ഇത് എത്തുന്നതിനനുസരിച്ച് വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഇവിടെ മാത്രമല്ല കേട്ടോ, ഇവിടെ തന്നെ 3 പറമ്പിൽ ഒരു 2500ഓളം വാഴയുണ്ടെന്നാണ് ഭാഗ്യം പറഞ്ഞത്. പിന്നെ നമ്മുടെ വീടിൻ്റെ അവിടെ ഉണ്ട് ഒരു 2500ഓളം വാഴ. എല്ലാം പല സമയത്തൊക്കെ കൊലയ്ക്കുന്ന കാരണം നമുക്ക് വലിയ ബുദ്ധിമുട്ട് വരില്ല. എല്ലാം ഇങ്ങനെ ഒറ്റ അടക്കം വെട്ടുമ്പോഴല്ലേ നമുക്കത് വിറ്റ് പോകാൻ ബുദ്ധിമുട്ട് വരും. അതിങ്ങനെ പല രീതിയിലും പല സമയത്തൊക്കെ ആകുമ്പോഴേ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. കുറച്ച് നേരം ആളിച്ച് തിരിഞ്ഞ് നടന്നപ്പോഴേ എനിക്ക് ദാഹിച്ചു. അവിടെ വെള്ളം കുടിക്കാൻ വേറെ മാർഗ്ഗമൊന്നുമില്ല. വീടുകളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ. പിന്നെ വീടൊക്കെ കുറച്ച് ദൂരം പോകണം. അപ്പം ഭാഗ്യം എനിക്ക് ഒരു നാളികേരം പൊതിച്ചു തന്നു. അവിടെ അങ്ങനെ തെങ്ങൊക്കെ ഉണ്ട്. അതിൽ നിന്ന് കുറച്ച് നാളികേര വെള്ളം കുടിച്ച് നമ്മൾ ഇനി കായ കയറ്റാൻ വേണ്ടി പോവാണ്. കായ മുഴുവൻ നമ്മുടെ കടയിലേക്കാണ് പോണത് കേട്ടോ. കൃഷി എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ് കേട്ടോ. ചില സമയങ്ങളിൽ നന്നാവും, ചില സമയങ്ങളിൽ നന്നാവില്ല. അത് കാരണം കുറച്ച് ഭാഗത്തെ കൊലകളൊക്കെ ചെറിയ വലിപ്പക്കുറവുണ്ട്. എങ്കിലും ഭൂരിഭാഗം കൊലകളൊക്കെ അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. 25 കിലോ ഒക്കെ വലിപ്പത്തിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിന്ന് കുറച്ച് കായ മുറിച്ചിട്ടുള്ളൂ. ഒരു 10-20 കൊല കായ മുറിച്ചിട്ടുള്ളൂ. ബാക്കി നാളെ കഴിഞ്ഞ് മറ്റന്നാൾ മുറിക്കാമെന്ന് വിചാരിച്ചു. കുറച്ചും കൂടെ മുറിക്കാണ്ട്. ഇനി ഓണം വരെ നമുക്ക് കുറേശ്ശെ കായ ഉണ്ടാവും. എന്നാലും ഓണത്തിന് വേറെ മേടിക്കേണ്ട വരും കേട്ടോ. കാരണം നമ്മൾ ഓണത്തിന് മുമ്പ് കായ കുറേ മുറിച്ചു. അത് കാരണം ഓണക്കച്ചവടത്തിന് കായ നമുക്ക് തികയില്ല. പിന്നെ നമ്മുടെ പറമ്പിൻ്റെ ഉടമസ്ഥൻ അജയേട്ടൻ ആൾക്ക് 30 കൊല കായ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആളുടെ സുഹൃത്തുക്കൾക്ക് കൊടുക്കാനൊക്കെ. അപ്പോൾ അത് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ബുധനാഴ്ച മുറിക്കാമെന്ന് വിചാരിക്കുന്നു. ഏജിയനിൽ പോയി വന്ന് വാഴ കുറച്ച് വെട്ടിപ്പിടിക്കും. നമ്മുടെ ഒരു ദിവസം മുക്കാലായിട്ടോ. എത്ര പെട്ടെന്ന് ഓരോ ദിവസങ്ങൾ കഴിഞ്ഞു പോകണമെന്ന് അറിയോ. ഇനി നമുക്ക് കടയിലെത്തിയിട്ട് കാണാം. കടയിലെത്തിയിട്ട് ശ്രീകുട്ടൻ അവിടെ
ഹാജരായിട്ടുണ്ടായിരുന്നു. നമ്മുടെ സതീശൻ ചേട്ടനാണ് ശ്രീകുട്ടനെ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് പുറത്തു പോകുന്ന ദിവസങ്ങളിൽ വീട്ടിലെത്തിക്കാൻ പറ്റില്ല അവനെ. കാരണം വീട്ടിൽ വേറെ ആരും ഉണ്ടാവില്ലല്ലോ. അത് കാരണം കൊണ്ട് കടയിലാക്കാണ് പതിവ്. ഞാൻ ചെന്നിട്ട് ശ്രീകുട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ശ്രീകുട്ടാ അമ്മയ്ക്ക് ഒരു സർബത്ത് ഉണ്ടാക്കി തരുമെന്ന്. കേട്ട പതി കേൾക്കാത്ത പതി ആളത് ഉണ്ടാക്കി തന്നിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളൊക്കെ ചെയ്ത് പഠിക്കുന്നത് നമ്മുടെ പിള്ളേർ കാണുമ്പോൾ അവർക്കൊരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കാരണം കൊണ്ട് ആളുകൾ ഉണ്ടാക്കി തുടങ്ങുന്നുണ്ട്. ഫോണോ ടി വിയോ കയ്യിലില്ലെന്നുണ്ടെങ്കിൽ ആള് എന്ത് പണി നമ്മൾ പറഞ്ഞാലും ചെയ്യും കേട്ടോ. നമ്മുടെ കടയിൽ ഇപ്പോൾ ചായ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ലക്ഷ്മിയാണ് ചായ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഞാൻ ആ സർബത്ത് വെള്ളം കുടിച്ചു. ഇവിടെ നടന്ന് അന്നത്തെ വെള്ളം ദാഹം ഉണ്ടായിരുന്നു. പിന്നെ ചായയും കുടിച്ചു. ചായ ഞാൻ കുടിച്ചില്ല, ഭാഗ്യം കുടിച്ചു. പിന്നെ എന്തൊക്കെയോ കഴിച്ചു. അങ്ങനെ കുറച്ച് നേരം കടയിൽ നിന്ന് വരികതിന് ശേഷമാണ് നമ്മൾ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. കടയിലേക്ക് വന്നിട്ടൊക്കെ കുറേ നാളായി. ഒരോടനെ ഞാൻ വിചാരിക്കാറുണ്ട് ഈ കടയിലായിരുന്നു എൻ്റെ ദിവസം മുഴുവനും എൻ്റെ ജീവനും ഒക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ കടയിൽ വരിക എന്നുള്ളതൊക്കെ സത്യം പറഞ്ഞാൽ നേരം പോക്കുകൾക്ക് മാത്രമായിട്ടായി എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ നേരം കിട്ടുന്ന സമയത്ത് മാത്രമായി എന്ന് പറയാം. കാരണം കടയിൽ ഇപ്പോൾ ഒരുപാട് ചേട്ടന്മാരും എല്ലാവരും ഉണ്ട്. വൈകുന്നേരം ആകുമ്പോൾ വരുന്ന കസ്റ്റമേഴ്സൊക്കെ നമ്മുടെ അടുത്ത് വരും, സംസാരിക്കും ഒക്കെ ചെയ്യും. അവർക്ക് പച്ചക്കറികളും പഴങ്ങളും ഒക്കെ കൊടുക്കും. ഇനിയിപ്പോൾ ഓണായില്ലേ, നമ്മൾ പതുക്കെ കച്ചവട തിരക്കിലേക്ക് മാറുകയാണ്. ഭഗിനി മാങ്ങയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് തൊലിച്ചെത്താളം പഠിക്കുക നറകണൻ്റെ പോലെ കാര്യക്കാരി തിന്നുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്. കുറച്ചു നേരം കടയിലൊക്കെ നിന്ന് ഒരു ദിവസം ചടപടയെന്ന് അങ്ങോട്ട് കഴിഞ്ഞ പോലെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ശ്രീകുട്ടൻ നമ്മുടെ ചീരയും അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ ഒന്ന് ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ എന്താ പറയുക സ്പ്രേ ചെയ്ത് കൊടുക്കുക ചെയ്യണേ. ഇങ്ങനെയുള്ള പടികളൊക്കെ ആള് വേറെ പരിപാടികളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എൻഗേജ്ഡ് ആയിട്ട് ഇരുന്ന് ചെയ്തോളും. അത് കാരണം എനിക്ക് എവിടെയെങ്കിലും ഏൽപ്പിച്ച് പോണേക്കാളും നല്ലത് ഇവിടെ കടയിലാക്കി പോകുക തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ഇനി നമുക്ക് വീട്ടിൽ പോവാം. അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട് കാണാം. ശ്രീജ.